എൻ്റെ 2 പടം സെല്ലായി കേട്ടോ, അത് ആദ്യമായിട്ടാണ്. Dr. Veena Asigar, she is getting a real opportunity to have a one-to-one session, that too with the legend, the hero, artist Sachin. ഞാൻ ഡോക്ടർ ബീന അസിഗർ. ഞാൻ നോർത്ത് പറവൂർ ഹോസ്പിറ്റലിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. പണ്ട് ശരിക്കും പറഞ്ഞാൽ 10th വരെ സ്കൂളിൽ വെച്ചൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ 40 years ഞാൻ വരച്ചിട്ടേ ഇല്ല. പിന്നെ കല്യാണം കഴിഞ്ഞു, ജോലി, പിള്ളേരെ പഠിപ്പിക്കൽ, തിരക്കല്ലേ. സാറിൻ്റെ ക്ലാസ് ഒക്കെ പിന്നെ എൻ്റെ മക്കളാണ് എന്നെ ജോയിൻ ചെയ്യിച്ചത്. എൻ്റെ മോനൊക്കെ ഒന്ന് PGക്ക് രാജസ്ഥാനിൽ PG ചെയ്തുകൊണ്ടിരിക്കുക. മോനും ആരുമില്ല, ഞങ്ങൾ രണ്ടും മാത്രം. അത്രയും ഒരു വിഷമിച്ച സിറ്റുവേഷനിലാണ് സത്യം പറഞ്ഞാൽ ജോയിൻ ചെയ്തത്. അത് നമ്മൾക്ക് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഫ്ലൈറ്റ് എല്ലാം അങ്ങനെ ലോക്ക്ഡായ സമയമുണ്ടല്ലോ. അങ്ങനെ ആയപ്പോഴാണ് സാറ് ഒരു കോഴ്സ് അനൗൺസ് ചെയ്തല്ലോ, സക്സസ്ഫുൾ ആർട്ടിസ്റ്റ് അക്കാദമി. അതിൽ ജോയിൻ ചെയ്തു. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ആർട്ടിനേക്കുള്ള ചിന്തയൊക്കെ വേറെ ഒരു ലെവലിലേക്ക് സാറ് കൊണ്ടെത്തിച്ചു. സത്യം ഇങ്ങനെ വരയ്ക്കാനെ കൊണ്ട് പറ്റുമെന്നും ചിന്തിച്ചിട്ടില്ല. ഈ ക്ലാസ് എടുക്കണമെന്നും അങ്ങനെ ഒരു ചിന്തയെ എനിക്ക് നേരത്തെ ഇല്ല. സാറ് പക്ഷെ അത് മോട്ടിവേറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ ലെവലിൽ സാറ് കൊണ്ട് എത്തിച്ചതാണ് സത്യം. അങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ വന്നപ്പോഴത്തേക്ക് അവരൊന്ന് നീ വരയ്ക്കുമല്ലോ, ഞങ്ങളെയും പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ കുറേ കൊച്ചുമക്കൾ, റിലേറ്റീവ്സ് എല്ലാം വീണ്ടും ഇത് കണ്ടിട്ട് ഇങ്ങനെ ചോദിച്ചൊന്ന് പഠിപ്പിക്കാവുന്നു. അങ്ങനെയായി ഈ വിജയദശമി തുടങ്ങി. അതിൽ 20 പേര് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്നുള്ള 42 കുട്ടികളിപ്പം സ്റ്റുഡൻസായിട്ടുണ്ട്. എനിക്ക് സന്തോഷം ഉണ്ടാക്കാറില്ല. ലൈഫ് തന്നെ മാറ്റിമറിച്ചെന്ന് വേണമെങ്കിൽ പറയാത്ത. എൻ്റെ ഹസ്ബൻഡൊക്കെ ശരിക്കും ദിവസവും പറയും, സാറിന് പാടം കാണുമ്പോഴേക്കും നിൻ്റെ സാറ്. ഞാൻ പറഞ്ഞ എൻ്റെ മോൻ്റെ പ്രായം പോലും ഇല്ല. സത്യം എൻ്റെ ഇളയാളുടെ പ്രായം പോലും സാറിനില്ല ശരിക്കും. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, എനിക്ക് സത്യം പറഞ്ഞാൽ പേഷ്യൻസ് നോക്കുന്നതിനെക്കാട്ടി ഇൻട്രസ്റ്റ് ഇപ്പം ഇതിലേക്കാണ്. അതാണ് സത്യം. പല അസുഖങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാം, എൻ്റെ ബോഡി പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ വരയ്ക്കാൻ തുടങ്ങി എനിക്ക് ആ പെയിനൊന്നും അറിയാത്ത പോലെ തന്നെ തോന്നും. സാറിൻ്റെ ക്ലാസ്സിനെ എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണും. Now it's time to welcome and congratulate Dr. Veena Asigar. Let's give a huge round of applause, ladies and gentlemen. She is getting a real opportunity, I should say, to have a one-to-one session, that too with the legend, the hero, artist Sachin. I request you to please come and join with me, ma'am, on stage. Can I have a huge round of applause, ladies and gentlemen, because she is one of the luckiest person to have a one-to-one session with artist Sachin. The stage is all for you. ഡോക്ടർ ആർട്ടിസ്റ്റായ കഥയേക്കാം. ഞാൻ ഡോക്ടർ ബീന അസിഗർ, ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നു. ആലപ്പുഴ ചേർത്തല അരൂക്കുറ്റിലാണ് താമസം. എൻ്റെ ഹസ്ബൻഡും ഒരു റിട്ടയർഡ് ആയുർവേദ ഡോക്ടറാണ്. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത ആൾ തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. ഇളയാൾ ഓർത്തോപീഡിക് സർജൻ, ഇപ്പോൾ വടകര വർക്ക് ചെയ്യുന്നു. ഞാൻ നോർത്ത് പറവൂർ ഹോസ്പിറ്റലിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. കോവിഡ് സമയത്താണ് എൻ്റെ റിട്ടയർമെൻറ്റ്. കോവിഡ് ആ സമയം 5 years ആയി. ഇപ്പം എനിക്ക് 61 ആയി ഏജ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ യൂട്യൂബിൽ സാറിൻ്റെ ക്ലാസ്സൊക്കെ കാണുമായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ പടം വരയ്ക്കും. എങ്കിലും പണ്ട് ശരിക്കും പറഞ്ഞാൽ 10th വരെ സ്കൂളിൽ വെച്ചൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ 40 years ഞാൻ വരച്ചിട്ടേ ഇല്ല. അക്കാര്യം വെച്ചാൽ നമ്മൾ പഠിത്തവും പിന്നെ കല്യാണം കഴിഞ്ഞു, ജോലി, പിള്ളേരെ പഠിപ്പിക്കൽ, തിരക്കല്ലേ. അപ്പം അങ്ങനെ പഠിച്ചൊന്നും ചെയ്തിട്ടില്ല. പിന്നെ സാറിൻ്റെ ക്ലാസ് ഒക്കെ പിന്നെ എൻ്റെ മക്കളാണ് എന്നെ ജോയിൻ ചെയ്യിച്ചത്. ഇങ്ങനെ ഞാൻ എപ്പോഴും ഇത് കണ്ട് സാറിനെ കാണിക്കും, ഓരോ പ്രാവശ്യം കൊണ്ട് കാണിക്കും. പിന്നെയും വിചാരിക്കും ഇത് അബ്ബാസ് പറഞ്ഞ പോലെ ഇതെങ്ങനെയാണ്, സത്യമാണോ, ശരിയാണോ, ഇത്രയും പിള്ളേർ പറയും ഇത്രയാണോ, ഇങ്ങനെ ചോദിക്കും. പിന്നെ ഒരു ദിവസം എൻ്റെ മോൻ്റെ വൈഫാണ് ഒരു പ്രാവശ്യം
ഇരിങ്ങാലക്കുട സാറിൻ്റെ സ്ഥലത്ത് വെച്ച് തന്നെയാണ് എന്നെ അത് പ്രാവശ്യം ജോയിൻ ചെയ്യിച്ചത്. ഞാൻ അവിടെ പോയി അന്ന് മോൻ അവിടെ വർക്ക് ചെയ്യുമായിരുന്നു, ഇരിങ്ങാലക്കുട കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത സമയത്ത്. അങ്ങനെയാണ് ഞാൻ അന്നേരം അവൾ ജോയിൻ ചെയ്യിച്ചു. അന്ന് ഞാൻ ജൂൺ തൊട്ട് 2024 ജൂൺ തൊട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം ഞാൻ കുറച്ചൊക്കെ വരയ്ക്കും. അങ്ങനെ ആയപ്പോഴാണ് സാറ് ഒരു കോഴ്സ് അനൗൺസ് ചെയ്തല്ലോ, സക്സസ്ഫുൾ ആർട്ടിസ്റ്റ് അക്കാദമി. അതിൽ ജോയിൻ ചെയ്തു. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ആർട്ടിനേക്കുള്ള ചിന്തയൊക്കെ വേറെ ഒരു ലെവലിലേക്ക് സാറ് കൊണ്ടെത്തിച്ചു. സത്യം അതാണ്. ഇങ്ങനൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടോ ചിന്തിച്ചിട്ടോ പോലും ഇല്ല. ശരിക്കും പടം വരയ്ക്കൊന്നും ഇങ്ങനെ വരയ്ക്കാനെ കൊണ്ട് പറ്റുമെന്നും ചിന്തിച്ചിട്ടില്ല. ഈ ക്ലാസ് എടുക്കണമെന്നും അങ്ങനെ ഒരു ചിന്തയെ എനിക്ക് നേരത്തെ ഇല്ല. സാറ് പക്ഷെ അത് മോട്ടിവേറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ ലെവലിൽ സാറ് കൊണ്ട് എത്തിച്ചതാണ് സത്യം. അല്ലാതെ എൻ്റെ ഒരു കഴിവുകൊണ്ടല്ല. ഞാനത് എപ്പോഴും എൻ്റെ പിള്ളേരടുത്ത് പറയും. എൻ്റെ ഹസ്ബൻഡൊക്കെ ശരിക്കും ദിവസവും പറയും, നീ സാറിന് പാടം കാണുമ്പോഴേക്കും നിൻ്റെ സാറ്. ഞാൻ പറഞ്ഞ എൻ്റെ മോൻ്റെ പ്രായം പോലും ഇല്ല. സത്യം എൻ്റെ ഇളയാളുടെ പ്രായം പോലും സാറിനില്ല ശരിക്കും എന്നാണ് എൻ്റെ. അപ്പോൾ അങ്ങനെ ചെയ്തു. ഞാൻ എന്നിട്ട് ആ ക്ലാസ് ഡിസംബറിൽ കണ്ടോ സാർ, ജനുവരി ഫെബ്രുവരി എങ്ങാണ്ടല്ലായിരുന്നു അത്. ഡിസംബറിലെ ക്ലാസ് ജോയിൻ ചെയ്ത് ഒരു മൂന്ന് ആഴ്ചത്തെ ക്ലാസ് ചെയ്ത് 4ാമത്തെ ജനുവരി 1 ഞാൻ ആദ്യത്തെ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് 10 പിള്ളേരെ ജോയിൻ ചെയ്യിച്ചുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ കൺസൾട്ടിങ് റൂമിൽ ഞാൻ വരുമ്പം ഞാൻ വരച്ച ചില പടങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോദിക്കും, ഡോക്ടർ വരയ്ക്കുമോ, അപ്പം അന്നേരം പഠിപ്പിക്കാൻ പറ്റുമോ? പക്ഷെ അപ്പം അന്ന് എനിക്കത് ചിന്ത, ഞാൻ പറയും എനിക്ക് അത്രയൊന്നും ആയിട്ടില്ല എന്നൊക്കെ. പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പേഷ്യൻസിൻ്റെ മക്കളും അങ്ങനെ പറഞ്ഞാണ് 10 സ്റ്റുഡൻസ് കിട്ടിയത്. പക്ഷേ അന്നേരം പഠിപ്പിക്കുന്ന സത്യം എല്ലാം സാറിൻ്റെ ആ കോഴ്സിലെ വാക്കുകൾ കടമെടുത്താണ് ഞാൻ ഓരോ പ്രാവശ്യവും പറയുന്നത്. അല്ലാതെ എൻ്റെ എല്ലാം അങ്ങനെ അവരുടെ ആ ഓവർകം ലേസിനെസ് ഞാൻ 100 പ്രാവശ്യം സാറ് പറയുന്ന പോലെ ഞാൻ ആ പിള്ളേരുടെ അടുത്ത് പറയും. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ച് കൊല്ലം SN വിമൻസിലാണ് പ്രീ ഡിഗ്രി. അപ്പോൾ എൻ്റെ കുറേ ഗെറ്റ് ടുഗദർ കണ്ടല്ലോ, പഴയ എല്ലാ കൂട്ടം. അങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ വന്നപ്പോഴത്തേക്ക് അവരൊന്ന് നീ വരയ്ക്കുമല്ലോ, ഞങ്ങളെയും പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഏപ്രിലിൽ ഓൺലൈനായിട്ട് ഒരു 60+ എൻ്റെ ആ ബാച്ചിലുള്ള എല്ലാവരും 13 പേരോളം ഉണ്ട്. അതോ എല്ലാവരും റിട്ടയർഡ് SN കോളേജിലെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്ത്, പിന്നെ ഇരിങ്ങാലക്കുട SN കോളേജിലെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തവരുണ്ട്, ഷൊർണൂർ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തു. സാറിനെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കല സിസ്റ്ററൊക്കെ ഉണ്ട്, കല ടീച്ചറാണ്, കെമിസ്ട്രി അധ്യാപികയായിരുന്നു ഇരിങ്ങാലക്കുട SN കോളേജ് ഉണ്ടായിരുന്നു. അവർ എൻ്റെ ക്ലാസ്മേറ്റാണ് പ്രീ ഡിഗ്രി. അതുപോലെ കുറേ പേര് എല്ലാം അങ്ങനെ, പിന്നെ ബാങ്ക് മാനേജേഴ്സ്, അങ്ങനെ കുറേ പേരുണ്ട്. അത് കുറേ ഇപ്പോൾ 5-6 മാസം അങ്ങനെ നീങ്ങി. പിന്നെ അപ്പോൾ അവർ വീട്ടിൽ ചില റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ ഇവർ വരയ്ക്കുന്ന പടങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാര് പറഞ്ഞു തരുന്നതാണെന്നൊക്കെ ചോദിച്ച് അങ്ങനെ അവരുടെ കുറേ കൊച്ചുമക്കൾ റിലേറ്റീവ്സ് എല്ലാം വീണ്ടും ഇത് കണ്ടിട്ട് ഇങ്ങനെ ചോദിച്ചൊന്ന് പഠിപ്പിക്കാവുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് 2-3 പേരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത്ര എഫേർട്ട് എടുത്തിരിക്കുന്നതല്ലേ, നിങ്ങൾ തന്നെ 3-4 പേരെ സംഘടിപ്പിച്ചിരുന്ന് ഞാൻ തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർ 4-5 പേരോട് ഞാൻ പിന്നെ അങ്ങനെ കുറച്ച് 2-3 പേരെടുത്തു. എനിക്ക് ശരിക്കും പരസ്യമൊന്നും ചെയ്തല്ല, ഞാൻ നമ്മൾ കോണ്ടാക്ട്സിലുള്ളതൊക്കെ പറഞ്ഞ് പിന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ പേഷ്യൻസുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നവരാണ് കൂടുതലും. അങ്ങനെയായി ഈ വിജയദശമി തുടങ്ങി. അതിൽ 20 പേര് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം മൊത്തം 40. എൻ്റെ കൊച്ചുമക്കളെ കൂടാതെ കൊച്ചുമക്കളുണ്ട്, എൻ്റെ മോൻ്റെ കുഞ്ഞുണ്ട്, മോളുടെ കുഞ്ഞ്, അവരെ കൂടാതെ എനിക്ക് പുറത്തുനിന്നുള്ള 42 കുട്ടികളിപ്പം സ്റ്റുഡൻസായിട്ടുണ്ട്. അതാണ് എനിക്കത് ശരിക്കും ഞാനിങ്ങനെ എൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ ശരിക്കും ഞങ്ങൾ 2 മാത്രം വീട്ടിലുള്ളത്. എനിക്കിപ്പോൾ സമയമേ ഇല്ല ഇപ്പം വെച്ചാൽ ഇവർക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ നല്ലോണം പ്രിപ്പയർ ചെയ്യണമല്ലോ. പിള്ളേർ ലൈവായിട്ട് വരച്ച് കാണിക്കുമ്പം വലിയവരെ പ്രശ്നമില്ല, ഈ ചെറിയ പിള്ളേരുടെ അടുത്ത് നമ്മുടെ വേലകളൊന്നും നടക്കില്ല, കറക്റ്റ് അങ്ങനെ കാണിച്ചിടും. അതിന് ഞാൻ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ അത് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ മോൻ്റെ പ്രായമേ ഉള്ളെങ്കിലും സാറിന് സത്യം പറഞ്ഞാൽ അതിനെ നമിക്കുവാണ് കേട്ടോ. ഇപ്പോൾ അത്ര
എനിക്ക് സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ലൈഫ് തന്നെ മാറ്റിമറിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഡോക്ടർ എന്നുള്ള പ്രൊഫഷനും ആർട്ട് ടീച്ചറും അതെങ്ങനെയുണ്ട്, ഡിഫറൻസ് എങ്ങനെയുണ്ട്? ഇപ്പം ഞാൻ ശരിക്കും നമ്മൾ കുറേ വർഷമായിട്ട് ഈ ആയുർവേദം പഠിച്ചപ്പോൾ അതിപ്പോൾ ഇരിക്കുകയല്ലായിരുന്നു ഇത്രയും നാളും. പക്ഷേ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്, എനിക്ക് സത്യം പറഞ്ഞാൽ പേഷ്യൻസ് നോക്കുന്നതിനെക്കാട്ടി ഇൻട്രസ്റ്റ് ഇപ്പം ഇതിലേക്കാണ്. അതാണ് സത്യം. ഞാൻ രാവിലെ ക്ലിനിക്കിൽ ഉച്ചവരെ പോകും, ഉച്ച കഴിഞ്ഞ് ഹസ്ബൻഡ് പോകും. എന്നാലും അതിലും പേഷ്യൻ്റ് ഞാൻ പറയും, ഇപ്പോൾ ഈ മാസ്റ്റർ പീസൊക്കെ ചെയ്യണം, ഞാൻ പറയും ഇന്നത്തെ രാവിലത്തെ ഡ്യൂട്ടിയും കൂടെ നോക്കിക്കോണേ, എനിക്കിത് വരച്ച് തീർക്കണ്ടോണ്ട്. അങ്ങനെയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. ലൈഫിൽ എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വന്നു? സത്യം പറഞ്ഞാൽ സാറേ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഈ കോവിഡ് സമയം, ആ സമയത്തൊക്കെ സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മോനൊക്കെ ഒന്ന് PGക്ക് രാജസ്ഥാനിൽ PG ചെയ്തുകൊണ്ടിരിക്കുക. മോനും ആരുമില്ല, ഞങ്ങൾ രണ്ടും മാത്രം. അത്രയും ഒരു വിഷമിച്ച സിറ്റുവേഷനിലാണ് സത്യം പറഞ്ഞാൽ ജോയിൻ ചെയ്തത്. അത് നമ്മൾക്ക് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഫ്ലൈറ്റ് എല്ലാം ഇങ്ങനെ ലോക്ക്ഡായ സമയമുണ്ടല്ലോ. അപ്പോൾ ശരിക്കും ഒരു മെൻ്റൽ റിലാക്സേഷന് വേണ്ടി ആണ് ഞാനത് ചെയ്ത് പിന്നീട് അങ്ങനെ വരയ്ക്കാൻ പിന്നെ തുടങ്ങിയത്. എന്താണ് പറയുക, ഭയങ്കര എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷം ആണ്. നമ്മുടെ പല അസുഖങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാം, ബോഡി പെയിനൊക്കെ ഉണ്ടെങ്കിൽ വരയ്ക്കാൻ തുടങ്ങി എനിക്ക് ആ പെയിനൊന്നും അറിയാത്ത പോലെ തന്നെ തോന്നും. ഇപ്പം 61 ആയില്ലേ, അപ്പം അതിൻ്റെതായ ജോയിൻറ്റ് പെയിനും കുറുന്തോട്ടിക്ക് വാദം വരുന്ന ശരി കാൽ മുട്ടുവേദനയൊക്കെ ഉണ്ട്. പക്ഷെ അപ്പം ഇതൊന്നും വന്നാൽ അങ്ങനെ ചിന്തിക്കത്തില്ല. ഏത് സമയം രാത്രി 11:30-12 എനിക്ക് ചിലപ്പോൾ കിടക്കില്ല. ഇതും മറ്റു പണി കഴിഞ്ഞാലും ഞാൻ വരയ്ക്കാൻ ഏത് പടമായാലും ദിവസവും പെൻസിലെടുക്കാത്ത ദിവസങ്ങളില്ല, ദിവസം എടുക്കും. ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഇപ്പം 40 എനിക്കൊരു ഈ എല്ലാം ഒരു 100 പേരെങ്കിലും കൂടെ സ്റ്റുഡൻസിനെ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. ഇപ്പം 42 ആയില്ലേ. ഞാൻ ശരിക്കും പരസ്യമൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞുള്ള കോണ്ടാക്ട്സ് വെച്ച് കിട്ടിയ ആൾക്കാരാണ് ഉള്ളത്. പിന്നെ അത് നമുക്ക് എനിക്ക് അതിനെക്കാട്ടിൽ ഞാൻ കുറേ പഠിക്കാമല്ലോ. സാറിൻ്റെ ക്ലാസ്സിനെ എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണും. ഓരോ ക്ലാസ് ഇപ്പോൾ അടുത്ത ദിവസം പിള്ളേർക്ക് പഠിപ്പിക്കണമെങ്കിൽ ഞാൻ തലേദിവസം വീണ്ടും ആ ക്ലാസ് ഒന്നും കൂടെ കാണും. സാറിൻ്റെ കുറേ വാക്കുകൾ സാറിൻ്റെ വായിൽ നിന്ന് വരുന്ന അതേപോലെ തന്നെ എഴുതി വെക്കും. അങ്ങനെ തന്നെ പറഞ്ഞാണ്. എന്ന് വെച്ചാൽ പ്രൊഫഷൻ നമുക്ക് നേരത്തെ നമ്മൾ ടീച്ചിങ് അല്ലായിരുന്നല്ലോ. ടീച്ചേഴ്സിന് പിന്നെ നമ്മൾ വേറെ രീതിയിൽ സംസാരിച്ച് ശീലമുള്ള ആൾക്കാരാണ് പേഷ്യൻറ്റും ഇതായിട്ട്. അങ്ങനെ അപ്പോൾ പിന്നെ കുറേ ഇപ്പം ശരിക്കും ഇപ്പം എൻ്റെ സംസാര ശൈലി തന്നെ കുറേ കൂടെ ഇങ്ങനെ മാറി വരുന്നുണ്ട്. പണ്ടേ പോലെ ടീച്ചർ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിർത്തി അല്ലാതൊക്കെ പറഞ്ഞാലേ ശരിയാവുള്ളൂ. എൻ്റെ വീടിൻ്റെ ഹസ്ബൻഡ് പറയും, നീ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു ഭാഷ പറഞ്ഞു കൊടുക്കണമെന്ന് പറയും. ഇങ്ങനെ നമ്മൾ സ്പീഡിൽ ഇങ്ങനെ പറയുന്നത് കുറേ ഭയങ്കര നല്ല മാറ്റം. ഫാമിലി മെമ്പേഴ്സ് എന്ത് പറയുന്നു ഈ ഒരു ട്രാൻസിഷൻ? അവർക്ക് അന്തമില്ല, അവർ ഭയങ്കര അതിശയമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയും. മോളൊക്കെ എൻ്റെ പിള്ളേരൊക്കെ ഭയങ്കര ഒരു അതിശയം പോലെ തന്നെ. ഞാനിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് 56 വയസ്സ് വരെ ഞാൻ അത്രയൊന്നും ചെയ്യാതിരുന്ന് കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞ് ഇങ്ങനെ ആയതുകൊണ്ട് അവർക്കും സന്തോഷം. Well, that was a very good one. ഗുഡ് ഈവനിങ് മാം. മാം പറഞ്ഞല്ലോ ഈ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക്. ഞാനൊരു ടീച്ചറാണ്, അപ്പോൾ ഞാനും ചെറിയ കുട്ടികൾക്ക് സ്കൂളിൽ പോയിട്ട് എടുക്കുന്നുണ്ട്. ഇത് ഡീറ്റെയിലിംഗ് ഒക്കെ എങ്ങനെ ഓൺലൈൻ ത്രൂ മാം എങ്ങനെ പറഞ്ഞു കൊടുക്കണ ഈ കുട്ടികൾക്കൊക്കെ? ലാപ്ടോപ്പിലാണ് ക്ലാസ് എടുക്കുന്നത്. അതിൽ ഒരു വെബ് ക്യാമോടെ ഞാൻ സംഘടിപ്പിച്ചു. ശരിക്കും പറയുന്നത് എല്ലാം എൻ്റെ സ്വന്തം എഫേർട്ടിൽ യൂട്യൂബ് നോക്കി ചകഞ്ഞ് നോക്കിയത് സംഭവം എന്താണെന്നൊക്കെ മനസ്സിലാക്കി. വെബ് ക്യാം വേറെ നമ്മുടെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ടേബിളിൽ സെറ്റ് ചെയ്യുന്ന ഈ ബൊളേവിയയുടെയൊക്കെ സ്റ്റാൻഡിലേക്ക് ഈ വെബ് ക്യാം വെച്ചിട്ട് ഞാൻ ഒരു സാധാരണ നമ്മൾ ലൈനൊക്കെ ഇട്ട് കാണിക്കുന്ന ബോർഡിൽ എൻ്റെ മാർക്കർ പെൻ വെച്ച് കാണിക്കും. പിന്നെ അല്ലാതെ ചിലപ്പം ക്യാമറ താഴേക്ക് തിരിച്ചു വെച്ച് ടേബിൾ ടോപ്പ് വെച്ച് വരച്ച്, അത് പെൻസിൽ വെച്ച് വരച്ച് അവർ കാണില്ല എന്ന് പറയും. കുറേ കഴിയുമ്പം ഡോട്ട് പെൻ വെച്ച് കാണിക്കും. പിന്നെ ഞാൻ പിറ്റേ ദിവസം അന്ന് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിൻ്റെ പിക്ചേഴ്സ് ഇട്ട് കൊടുക്കും.
അങ്ങനെ ചെയ്യും. ഓരോ ഒരു പടത്തിന് ഒരു 6 സ്റ്റെപ്പെങ്കിലും ഞാൻ ഇട്ടുകൊടുത്ത് വരപ്പിക്കും. അതുകൊണ്ട് പിന്നെ അവർക്ക് അസൈൻമെന്റ് ഒക്കെ കൊടുക്കും? അവർക്കും കൊടുക്കും. എല്ലാ ആഴ്ചയിലും ചെറിയ പിള്ളേരെക്കാട്ടിലും പിന്നെ സിൻസിയറായിട്ട് ഈ എൻ്റെ പിന്നെ കോളേജ് പ്രിൻസിപ്പൽമാരൊക്കെ ആയിട്ടുള്ള സ്റ്റുഡൻസ് അവർ കറക്റ്റ് ഹോംവർക്ക് ചെയ്തിടും. കൊച്ചുപിള്ളേർക്ക് പിന്നെയും കുറച്ച് മനസ്സിലായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കണം. ചിലത് വീഡിയോ പോലെ ഇതാക്കി എടുക്കുക. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് പറയും നിങ്ങളിതാർക്ക് ഷെയർ ചെയ്യരുതെന്നും പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ അതെനിക്കറിയാം, ഞാൻ പറയും ഇത്തരം നമ്മൾ കുറേ ഒരു പടവും തന്നെ 5-6 സ്റ്റെപ്പ്. ഞാൻ കഴിഞ്ഞ ദിവസം സാറ് വെച്ചിട്ടൊരു കുതിര ഇങ്ങനെ ചാടുന്ന ഒരു പടം 8 സ്റ്റെപ്പെങ്കിലും ആക്കിയാണ് ഞാനത് വരച്ച് കാണിച്ച് കൊടുത്താണ്. Okay, ma'am. Thank you. Thank you so much. Over to Abbas. മാം, ഒരു ചോദ്യം. ഞാൻ ഓൺലൈനിലേക്ക് മാറ്റാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ മാമിന്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഓരോ ഭാഗങ്ങൾ വരച്ചിട്ടാണ് ഇട്ടത്. അത് വീഡിയോ ആയിട്ടാണോ അതോ ഫോട്ടോ എടുത്തിട്ടാണോ വിടാറ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോട്ടോസും ഉണ്ട്. ചിലതിൻ്റെ ഞാൻ ചെറുത്, മറ്റേതെങ്കിൽ ലെങ്തി ആയി പോകും. മറ്റേ വീഡിയോ ഒക്കെ നമ്മൾ ഫുള്ള് വരയ്ക്കുമ്പോൾ കുറേ ലെങ്ത് വരുമല്ലോ. അപ്പം ചെറിയ പടങ്ങളൊക്കെ പിന്നെ വീഡിയോ ആയിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ ലെങ്തി ആയിട്ടുള്ളതെന്ന് വെച്ചാൽ കുറേ സമയം നമ്മുടെ ഫോണിൽ തന്നെ കുറേ കഴിയുമ്പോൾ നിറയും, ഇതിങ്ങനെ ഫുള്ളാവുമല്ലോ. അങ്ങനെയുള്ളതാണ് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കുന്നത്. ആദ്യം ഞാൻ ഇങ്ങനെ വീഡിയോസ് തന്നെ ആയിരുന്നു. ഗൂഗിൾ മീറ്റ് ആണോ നടത്താറ്? ഗൂഗിൾ മീറ്റ് ആണോ നടത്താറ്? ഓക്കെ. പിന്നെ ചോദിക്കാൻ പാടുണ്ടോ എന്നുള്ള അറിയില്ല. പിന്നെ സാർ എന്താ പറയാന്നും അറിയില്ല. ഫീസ് എങ്ങനെയാ വാങ്ങുക? അത് മാത്രം ചോദിക്കരുത്. ഞാൻ എൻ്റെ അടുത്ത് വീട്ടിൽ പറഞ്ഞത് നീ ഇച്ചിരി കൂട്ടി ഫീസ് പറഞ്ഞ, സാറിൻ്റെ അടുത്ത് കറക്റ്റ് ഫീസ് പറയണ്ട. അല്ല, ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരടുത്ത് എന്ത് ഫീസ് പറയും അത് പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യും, ചിലപ്പോൾ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യും. അപ്പൊ എന്ത് ഫീസ് പറയും? സാറ് നിർദ്ദേശിക്കുന്ന ഫീസ് ഞാൻ പറഞ്ഞു. ഇപ്പൊ വാങ്ങി തന്നെ ഇരട്ടി പറഞ്ഞു. ഓക്കെ. അപ്പൊ എത്രയെന്നുള്ളത് പേഴ്സണൽ ആയിട്ട് എന്നോട് പറഞ്ഞു. അതുപോലെ കഴിഞ്ഞ ആഴ്ച എൻ്റെ 2 പടം സെല്ലായി കേട്ടോ. അത് ആദ്യമായിട്ടാണ്. അത് ശരിക്കും ഞാൻ പിക്ചേഴ്സൊക്കെ ഞാൻ വീട്ടിനകത്ത് ഫ്രെയിമിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഭയങ്കര മഴ കാരണം അതിനൊരു ഈർപ്പം തട്ടുന്ന പോലെ തോന്നി. ഞാൻ എൻ്റെ ക്ലിനിക്കിൽ കൊണ്ടുവന്നു അതിൻ്റെ ചൂടൊന്ന് അടിച്ചോട്ടെ എന്നും പറഞ്ഞ് അവിടെ വെച്ചതാണ്. അപ്പോൾ അവർ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത് ഡോക്ടർ എന്ത് സെല്ല് ചെയ്യാൻ വെച്ചേക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ ആരൊക്കെ ആവശ്യക്കാരുണ്ടെ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ എൻ്റെ അടുത്ത് 2 പിക്ചർ ഒരു പേഷ്യൻ്റ് തന്നെയാണ് അങ്ങ് എടുത്ത്. എനിക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് അങ്ങനെ എത്ര കാശ് പൈസ പറയാൻ എനിക്ക് അറിയില്ല എത്ര. ഞാൻ ആ ഒരു ചിന്താഗതിയിലെല്ലാം കൊണ്ടുവച്ച്. അപ്പം ഞാൻ 2 പഴം കഴിച്ച് ഞാൻ 5000 എന്ന് പറഞ്ഞു. അപ്പം തന്നെ 5000 കഴിയുന്ന ചിന്ന പൈസ. നമുക്ക് പഠിക്കാൻ പറ്റുന്ന ലെസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പൊ പ്രിൻസിന്റെ ആണെങ്കിലും അബ്ബാസിന്റെ ആണെങ്കിലും മാമിന്റെ ആണെങ്കിലും നമ്മൾ ഓൾറെഡി ഒരു പ്രൊഫഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മാം ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുക. ഇപ്പൊ പറഞ്ഞനുസരിച്ച് വന്ന സ്റ്റുഡൻസ് എല്ലാം പേഷ്യൻസോ അവരുടെ മക്കളോ ആ കണക്ഷൻസ് ആണ്. പലരും ആർട്ടിലോട്ട് വരുന്ന സമയത്ത് കംപ്ലൈന്റ് പറയാറുണ്ട്, സാറേ എനിക്ക് ഈ ജോലി ഉണ്ട്, എനിക്ക് ഫുൾ ടൈം ആർട്ടിസ്റ്റ് ആവാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയാണ് നിങ്ങളുടെ അസറ്റ്. ആ ജോലി റിലേറ്റഡ് ഒരുപാട് കണക്ഷൻ നമുക്കുണ്ട്. നമുക്ക് ഒരുപാട് സ്റ്റുഡൻസിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ആർക്ക് ഇൻസ്പയർഡ് ആയി? യെസ്. That's what. If you are really passionate and if you're ready to work hard, then success will come to you. So there is a token of love and respect for the significant achievement in art. I request Artist Sachin to kindly hand over a token of love and respect to Beena Asigar. Now it's her time and she is getting the great opportunity to receive the award from Artist Sachin.